Good morning. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഫ്രണ്ട് ഓഫീസിന്റെ CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിള് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? വൈറ്റൽ ഫങ്ഷൻസ് 2 പോയിന്റ് വെച്ച് പറഞ്ഞല്ലേ? അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ 2 സാമ്പിൾ അവിടെ കൊടുത്തേണ്ട. അതിന് എക്സാമിനൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അതിനകത്ത് രണ്ടാമത്തെ നമ്മൾ കൊടുക്കുക അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു CRM സോഫ്റ്റ്വെയർ സാമ്പിള്, ആദ്യത്തെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക എങ്ങനെയാണോ കേട്ടോ. നെക്സ്റ്റ് ആണ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, to identify and analyze customer needs and problem. ഫസ്റ്റ് എന്താണ് ഫ്രണ്ട് ഓഫീസ് ചെയ്യേണ്ടത്? to identify ചെയ്യാന്ന് വെച്ചാൽ കണ്ടെത്തുക. to identify കണ്ടെത്തുക, and analyze ചെയ്യാന്ന് വെച്ചാൽ വിശകലനം ചെയ്യുക. to identify and analyze വിശകലനം ചെയ്യുക. എന്ത്? കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലം, കസ്റ്റമറിന്റെ ആവശ്യകതകള്, അവരുടെ പ്രശ്നങ്ങള്, ഇതെല്ലാം മനസ്സിലാക്കുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്യുക, വിശകലനം ചെയ്യുകയും ചെയ്യുക. അതാണ് ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കസ്റ്റമേഴ്സിന്റെ ആവശ്യം, അതായത് പേഷ്യൻസ്, വിസിറ്റേഴ്സ്, അവർക്കുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ അവർക്കുടെ പ്രോബ്ലംസ്, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്യുക. Then next നോക്കിയേ, recognize the most common reason for customer complaints. രണ്ടാമത്തെ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തിന്? കസ്റ്റമർ കംപ്ലൈന്റ്, കസ്റ്റമേഴ്സിന്റെ പരാതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണമൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക. അടുത്ത നോക്കിയാൽ മൂന്നാമത്തെ പോയിന്റ്, ഡിസ്കവർ ടെക്നിക് to cultivate and maintain special customer relationship. ഡിസ്കവർ ടെക്നിക്, നമ്മള് ടെക്നിക്കുകൾ, അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് കണ്ടെത്തുക. ഡിസ്കവർ ചെയ്യാന്ന് വെച്ചാൽ കണ്ടെത്തുക. ടെക്നിക് ടു കൾട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് വളർത്തിയെടുക്കുക. വളർത്തിയെടുക്കുക. ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. എന്താണ്? സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്, നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കുകൾ കണ്ടെത്തുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ്, കസ്റ്റമറുമായിട്ട് നല്ലൊരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കേണ്ടത്, അതിനുള്ള ടെക്നിക്കുകൾ അത് എന്താ പറയാ, ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുക. മൂന്നാമത്തെ നോക്കി, അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തുക. എങ്ങനെയാ? ആൻഡ് യൂസ് two-way communication skills to level with the people. എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേഷൻ? നമ്മൾ റേഡിയോ പോലെ ഒരാൾ മാത്രം പറഞ്ഞാൽ മതിയോ? റിസപ്ഷനിസ്റ്റ് മാത്രം പറഞ്ഞാൽ മതിയോ? എന്താണ് two-way communication skill? രണ്ടുപേരും, അതായത് നമ്മുടെ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളും കൂടി എന്താ പറയാ കേൾക്കണം, തിരിച്ചും പറയണം. അതാണ് two-way communication skill to level with the people. എങ്ങനെയായിരിക്കണം? ആളുകളുടെ ലെവൽ അനുസരിച്ച്, ആളുകളുടെ ലെവൽ അനുസരിച്ച്. ഇപ്പൊ ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് അവരുടെ ലെവലിലായിരിക്കണം സംസാരിക്കേണ്ടത്, അല്ലെ? അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളോടാണെങ്കിൽ അവരുടെ ലെവൽ അനുസരിച്ച് ഉണ്ടോ ടു ലെവൽ വിത്ത് പീപ്പിൾ, ആളുകളുടെ ലെവൽ അനുസരിച്ച് ഒരു two-way കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വളർത്തിയെടുക്കുക. Then to accept feedback from them, അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക. അവരിൽ നിന്ന് അവർ പറയുന്ന ഫീഡ്ബാക്കുകൾ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലം, എന്ത് ചെയ്യുക? പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം
ഡിസ്കസ് ചെയ്യുക. അപ്പൊ അങ്ങനെ കസ്റ്റമറുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അതെങ്ങനെയാ, 2-way കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അത് അവരുടെ ലെവലുമായിട്ട്, ലെവൽ വിത്ത് പീപ്പിൾ, ആളുകളുടെ ലെവലുമായിട്ട് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ അസസ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു സ്റ്റൈല് നമ്മൾ അസസ് ചെയ്യുക, അത് വിലയിരുത്തുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് അഞ്ചാമത്തെ നോക്കിയേ, ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. നമ്മുടെ കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിലുള്ള പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അത് മനസ്സിലാക്കുക. അതിനുള്ള അതിന്റെ അപ്ലൈ ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണ് അവിടെ കസ്റ്റമർ സർവീസ് ആ പ്രോഗ്രാമിലുള്ള പ്രത്യേക പ്രശ്നങ്ങള്, സ്പെസിഫിക് പ്രോബ്ലം അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുക. ഓക്കെ, എന്തൊക്കെയാണ് കസ്റ്റമർ സർവീസിലുള്ള പ്രശ്നങ്ങള്, അതെന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണ്, അതിന്റെ റെമഡി പോലെ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ല 5 പോയിന്റ്സ്? വൈറ്റൽ ഫങ്ഷൻസ് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, വായിച്ച് തന്നെ മനസ്സിലാവും. എന്തായാലും നമുക്കിത് വായിക്കുമ്പോ തന്നെ അറിയാം എന്തായാലും ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസിലും വരുന്നതാണ്. ഓക്കെ, അഫിയ ഒന്നുകൂടി പറയാമോ? ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യാനായിട്ടേ വേറെ ഇതില്ല, നിങ്ങൾ ആ പോയിന്റ് ഔട്ട് തന്നെ എന്താ പറയാ, പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ നോക്കുക. അതിനകത്ത് ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ആ 2 രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയാത്തത് കേട്ടോ. ആ പോയിന്റ്സ് തന്നെ നോക്കുക. ക്ലിയർ അല്ലേ? കസ്റ്റമറിന്റെ നീഡ്സ്, പ്രോബ്ലംസ് അത് അനലൈസ് ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമർ കംപ്ലൈന്റ്, കസ്റ്റമറിന്റെ പരാതികൾക്കുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയുക. പിന്നെ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്കുകൾ ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുക. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, 2-way കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിരിക്കണം. അതെങ്ങനെയാ, ആളുകളുടെ ആ ലെവൽ അനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് വിലയിരുത്തുക. അവരുടെ ഫീഡ്ബാക്ക് സ്വീകരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക. അടുത്ത് നോക്കിയേ, കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സ്പെസിഫിക് പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് 5 അത് വൈറ്റൽ ഫങ്ഷൻസ്, അതായത് സുപ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഇതേ നോക്കി, ഒരു ഫ്രണ്ട് ഓഫീസ്, ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് രജിസ്ട്രേഷൻ. എന്താണ്? രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷൻ. രണ്ടാമത്തെ എന്താണ്? ഇൻഫർമേഷൻ ടു ദ ടെസ്റ്റ്, ടെസ്റ്റിനുള്ള വിവരങ്ങൾ കൊടുക്കണം. പേഷ്യൻസിന്, വിസിറ്റേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. മൂന്നാമത്തെ ക്യാഷ് കളക്ഷൻ, ക്യാഷ് കളക്ട് ചെയ്യണം. അടുത്ത് നോക്കിയാൽ ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി, എന്തെങ്കിലും എൻക്വയറി അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യണം. അടുത്ത റിപ്പോർട്ട് മേക്കിംഗ്. അങ്ങനെ 5 ഫങ്ഷൻസ് ആണ് പറയുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റത്തെയാണ് രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കേട്ടോ. The patient or guest coming for treatment or willing to show a consultant. കൺസൾട്ടന്റിനെ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് തയ്യാറായി വരുന്ന, വില്ലിംഗ് ആയിട്ടുള്ള വരുന്ന പേഷ്യന്റിനെ അതേ ഗസ്റ്റിനെ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് രജിസ്ട്രേഷൻ. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന അല്ലെങ്കിൽ കൺസൾട്ടന്റിനായിട്ട് വരുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ ഗസ്റ്റിനെ എന്ത് ചെയ്യുക? ഗസ്റ്റിനെ രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷൻ. ഇനി നോക്കിയേ, രജിസ്റ്ററിംഗ് ഗസ്റ്റ്. ഒന്നാമത്തെ ആ രജിസ്ട്രേഷന്റെ താഴെ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. രജിസ്റ്ററിംഗ് ഗസ്റ്റ്. The hospital need to keep a complete register of guests essential for other department as well. അതായത് മറ്റു ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു, അപ്പൊ നമ്മുടെ ഡേറ്റാസ് അവിടെ ഓൾറെഡി ഉണ്ട് അല്ലെ. അത് ഇനി മറ്റുള്ള ആ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ അവിടെ നിന്നല്ലേ കൊടുക്കുന്നത്. അല്ലാതെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പേര്, അഡ്രസ്, ഡീറ്റെയിൽ അവിടെ വേണ്ട. ഒരു പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കും അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ.
അപ്പൊ ഈ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഗസ്റ്റിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ ഈ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് കീപ്പ് ചെയ്യണം. കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ്. അത് എന്തിനു വേണ്ടിയാ? എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യത്തിന് ഫ്രണ്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു, എല്ലാ ഡേറ്റാസും നമ്മുടെ ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഇപ്പൊ ഒരു ലബോറട്ടറിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ പോകുകയാണെങ്കിൽ അവിടെ നിന്നാണ് ആ ഇൻഫർമേഷനും കാര്യങ്ങളും പോകുന്നത്. അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഡേറ്റാസ് അവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലെ. നമ്മുടെ ആ നമ്പർ മതി. പിന്നെ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ MRD നമ്പർ, ആ നമ്പർ പിന്നെ അതിലാണ് നമ്മൾ പിന്നെ അറിയുന്നത്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല്, അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽ ഫുള്ള് കിട്ടും. ഇതാണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ ഹോസ്പിറ്റലില് ഈ ഫ്രണ്ട് ഓഫീസ്, അതായത് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അവരത് കീപ്പ് ചെയ്യണം. ആ കംപ്ലീറ്റ് രജിസ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാ വരുന്നത് നോക്കിയേ. ആ ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് അതിന് മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ബില്ലിങ്ങുമായിട്ട് വരുന്ന കാര്യങ്ങള്, വാർഡ് ഡയഗ്നോസ്റ്റിക് നമ്മുടെ രോഗനിർണയം ഏതൊക്കെ ഇതാണ് ചെയ്യുന്നത്, അത് ഡയഗ്നോസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങള്, അതേഴ്സ് മറ്റുള്ളത്, ഇതെല്ലാം എന്താ ഒരു കംപ്ലീറ്റ് രജിസ്റ്ററിൽ ഉണ്ടായിരിക്കും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ സൂക്ഷിക്കണം. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് കീപ്പ് ചെയ്യണം. ആ ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ വേണം അതിൽ. നോട്ട് ചെയ്തോ? മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഓർ ഡയഗ്നോസ്റ്റിക്, ദെൻ അതേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ ഡേറ്റ നീഡ് ഫോർ രജിസ്ട്രേഷൻ. ഇനി രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യണവര്. പേഴ്സണൽ ഡേറ്റ, ഓരോ വ്യക്തികളുടെയും ഡേറ്റ, പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള ഡേറ്റ. എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈഡ് നാച്ചുറൽ പേഴ്സൺ. എക്സാമ്പിൾ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട അല്ലെ, നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതോ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നതുമായിട്ടുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണൽ ഡേറ്റ, അവരെ കുറിച്ചുള്ള ഒരു ഡേറ്റ കളക്ട് ചെയ്യണം. അതിനകത്ത് വരുന്നത് ഏതൊക്കെയാ അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. പേഴ്സണൽ ഡേറ്റയില് നെയിം, ആ പേഷ്യന്റിന്റെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ളതൊക്കെ ആ പേഴ്സണൽ ഡേറ്റയില് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. Any information relating to an identified or identifiable natural person. ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ അതായത് രജിസ്ട്രേഷന് വേണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ പേഴ്സണൽ ഡേറ്റ വേണം. അതിൽ ഏതൊക്കെയാ വരുന്ന നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇതെല്ലാം പേഴ്സണൽ ഡേറ്റയിൽ വരുന്ന കാര്യങ്ങളാണ്. അണ്ടർലൈൻ ചെയ്തില്ല. ഇനി അടുത്ത് നോക്കിയേ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഒന്നാമത്തെ എന്താ? രജിസ്ട്രേഷൻ ആണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ രജിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തെ എന്താണ്? ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഇനി ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻ. ഫസ്റ്റ് ആണ് താരിഫ്. TARIF താരിഫ് എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ച അവിടെ റേറ്റ്, റേറ്റ്. അതായത് ഒരു ഹോസ്പിറ്റല് കൊടുക്കുന്ന സർവീസുകൾക്കുള്ള ഒരു ഫിക്സ്ഡ് റേറ്റ് ആണ് താരിഫ് അല്ലെ. ഇത് ഡയഗ്നോസ്റ്റിക് സ്കാനിങ്ങിന് ഇത്ര, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് ഇത്ര, അല്ലെങ്കിൽ നമുക്ക് കൺസൾട്ടേഷനോ ഡോക്ടറിനെ കാണുന്നതിന് ഇത്ര. അങ്ങനെ നമ്മൾ ഓരോ എന്താ പറയാ ഒരു ഹോസ്പിറ്റല് അവര് കൊടുക്കുന്ന സർവീസിനുള്ള ഫിക്സ്ഡ് റേറ്റ് ആണ് താരിഫ്. ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. അത് താരിഫ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട. റേറ്റ് ആണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിന് ഉള്ള ഫിക്സ്ഡ് റേറ്റ്. ഓരോന്നിനും ഫിക്സ്ഡ് ആയിട്ടുള്ള ഇതില്ലേ, റേറ്റ് ഇല്ലേ, അതാണ് താരിഫ്. അത് കൊടുക്കണം. ഇന്നത് ഇപ്പൊ എന്തെങ്കിലും ഇത് ചോദിക്കുകയാണെങ്കിൽ ഇതിന് ഇത്ര രൂപ, അത് അവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ചോദിക്കൂലേ നമുക്ക് അറിയില്ലെങ്കിൽ. ഇപ്പൊ സ്കാനിങ്ങിന് എത്രയാ, അല്ലെങ്കിൽ MRI ഇത് ചെയ്യുന്നതിന് എത്രയാണ് അല്ലെ, ഓരോ റേറ്റുകളുണ്ട്. അല്ലെങ്കിൽ നമ്മള് ബ്ലഡ് ടെസ്റ്റിന് എത്രയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആ ഒരു അതായത് ഹോസ്പിറ്റൽ മൊത്തത്തില് ഇപ്പൊ സർജറിക്ക് വലിയ സർജറി ഒക്കെ വരുമ്പോ ഇത്ര രൂപയാന്ന് നമ്മൾ പറയൂലേ.
അല്ലെ? അതൊരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്, അതാണ് താരിഫ്. ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസിനുള്ള ഫിക്സ്ഡ് റേറ്റ് ആണ് താരിഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിയേ, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. രണ്ടാമത്തെയാണ് സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. അതായത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് 60 വയസ്സിന് കൂടുതലുള്ള ആളുകളില്ലേ, ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് ഇല്ലേ, അതിനുള്ള ഫിക്സ്ഡ് റേറ്റ് ആണ് താരിഫ്. താരിഫ് എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ് കേട്ടോ, RATE, റേറ്റ് റേറ്റ്. ഇത് നോക്കിയേ, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. അതായത് ഹോസ്പിറ്റലില് അവരുടെ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് ഈ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആ പ്രായമുള്ള ആളുകളില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ അവർക്കുള്ള ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗസ്റ്റിന് കൊടുക്കണം, ഈ പേഷ്യൻസിന് കൊടുക്കണം. 60 വയസ്സ് മുതൽ 80 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്കുള്ള ഒരു ക്ലബ്ബ്, അതിനെ കുറിച്ചുള്ള എന്താണ് ഇൻഫർമേഷൻ കൊടുക്കണം. അതർ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തൂലേ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ നടത്തൂലേ, അതിനുള്ള റേറ്റ് കാര്യങ്ങൾ, ഇപ്പൊ ഫുൾ ബോഡി ചെക്കപ്പിന് ഇത്ര രൂപ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇല്ലേ, അപ്പൊ അതിനെ കുറിച്ചുള്ള റേറ്റ് അടക്കം നമ്മൾ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതർ പാക്കേജ് ഇതെല്ലാം ഗസ്റ്റ് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഈ ഗസ്റ്റിന് കൊടുക്കുന്ന വിവരങ്ങളാണ് കേട്ടോ. എന്താ റേറ്റ്, ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഓരോ സർവീസിനും ബന്ധപ്പെട്ടിട്ടുള്ള റേറ്റുകള്, പിന്നെ സീനിയർ സിറ്റിസൺ ക്ലബ്ബ് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള്, മറ്റുള്ള പാക്കേജുകൾ അതായത് ഹെൽത്ത് ചെക്കപ്പുകള് മുതലായവ, മറ്റുള്ള കാര്യങ്ങള്, പിന്നെ അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ഡയഗ്നോസ്റ്റിക്, ഇങ്ങനെയുള്ള മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ, ലാബിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് അതുമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. എമർജൻസി ഓർ ഇൻപേഷ്യന്റ്, എമർജൻസി സർവീസുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസ്, അപ്പൊ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. ഇവിടെ നിങ്ങൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, അതിൽ വരുന്നത് ഏതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി വെക്കുക. ഇനി അടുത്തൊരു ഫംഗ്ഷൻ മൂന്നാമത്തെയാണ് ക്യാഷ് കളക്ഷൻ. ക്യാഷ് കളക്ട് ചെയ്യുക. കണ്ടോ, the registered amount to be collected from the guest and should be deposited to the cash. അല്ലെ, ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ പൈസ മേടിക്കൂലേ, ആ പൈസയൊക്കെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റിൽ നിന്ന് ഗസ്റ്റിൽ നിന്ന് വാങ്ങുന്ന രജിസ്ട്രേഷൻ ഫീസ് അത് കളക്ട് ചെയ്തിട്ട് അത് ആ ക്യാഷില് ആ ദിവസത്തിന്റെ അതായത് ഡെപ്പോസിറ്റ് ചെയ്യണം. അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതൊക്കെ at the end of the day or before closing the counter hand over to another person. അതായത് നമ്മൾ ആ ദിവസത്തിന്റെ, ഇപ്പൊ നമ്മള് ഫ്രണ്ട് ഓഫീസിൽ 3 ഷിഫ്റ്റ് ആയിട്ടാണ്, അത് നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ. സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് 3 ഷിഫ്റ്റ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഷിഫ്റ്റ് കയറിയ ആളാണെന്ന് വിചാരിക്കാം. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ അടുത്തത് അവിടെ സാവിയാണ് നെക്സ്റ്റ് ഷിഫ്റ്റിൽ വന്നെങ്കിൽ ഞാൻ എല്ലാ കണക്കും കാര്യങ്ങളും ക്ലോസ് ചെയ്തിടണം. എന്നിട്ട് അത് കണക്ക് എല്ലാം ഓക്കെ ആക്കി ക്യാഷും എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് മാത്രമാണ് സാവിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് സാരിയാണ് മൂന്നാമത്തെ ഷിഫ്റ്റിൽ അവിടെ കയറണമെങ്കിൽ സാവി അവിടെ നിന്ന് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ആര്യക്ക് ആ കറക്റ്റ് കണക്കും കാര്യങ്ങളും എല്ലാം ക്ലോസ് ചെയ്തിട്ട് വേണം എന്താ പറയാ നെക്സ്റ്റ് ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. അപ്പൊ ക്ലിയർ ആയത്, രജിസ്ട്രേഷൻ ഭാഗമായിട്ടുള്ള എല്ലാ ക്യാഷും കളക്ട് ചെയ്യണം. എന്നിട്ട് ആ ക്യാഷിലേക്ക് അത് ഒരുമിച്ച് അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ആ ദിവസത്തിന്റെ അവസാനം അല്ലെങ്കിൽ നമ്മളത് കൗണ്ടർ ക്ലോസ് ചെയ്യുക, അതായത് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ എല്ലാരും അത് തിട്ടപ്പെടുത്തും. ഇനി അടുത്ത നോക്കിയേ, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ അന്വേഷണങ്ങളൊക്കെ ഫ്രണ്ട് ഓഫീസിലാണല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ വിസിറ്റർ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ആ ഫ്രണ്ട് ഓഫീസിൽ അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എൻക്വയറി നടത്താം അല്ലെ, എന്തെങ്കിലും അന്വേഷണങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഈ ഇൻഫർമേഷൻ അതൊക്കെ അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് കേട്ടോ. ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. അതിനകത്തൊരു കോട്ടാണ് അവിടെ കൊടുത്തേക്കണേ നോക്കിയേ. റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. റൂഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? റൂഡ്നെസ് പരുഷത.
ഈ പരുക്കൻ ഭാഷ, പരുക്കൻ ഭാഷ, ഈ പരുഷത. പരുഷത എന്ന് പറയുന്നത് എന്താ? ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. ഒരു ദുർബല ശക്തിയുടെ ഒരു ദുർബലനായിട്ടുള്ള ഒരാൾക്കടെ അത് ഒരു ശക്തിയുടെ ശ്രമമാണെന്ന്. എന്താ അതിന് മനസ്സിലായേ? റൂഡ്നെസ്. റൂഡ്നെസ് എന്ന് പറഞ്ഞാൽ പരുക്കൻ ഭാഷ. അത് പരുഷത എന്ന് പറയുന്നത് ഒരു ദുർബല വ്യക്തിയുടെ ശക്തിക്കുള്ള ശ്രമമാണ്. ഇപ്പൊ എന്തെങ്കിലും ജീനോട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഞാൻ ചോദിച്ചു, ജീനയ്ക്ക് അത് അറിയില്ലെങ്കിൽ നമ്മളെന്താ, അപ്പൊ ജീനയുടെ സ്ട്രെങ്ത് കാണിക്കാൻ ജീനയ്ക്ക് പെട്ടെന്ന് പിന്നെ എനിക്കിപ്പോ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ നമ്മളോട് ഒരു പരുക്കൻ ഭാഷയില് സംസാരിക്കുമ്പോൾ എന്താ, അവരെ ആ ഒരു നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ എന്താ, അത് അവരുടെ ഒരു ശക്തിയെ കാണിക്കുന്ന കാര്യമാണെന്ന്. മനസ്സിലായോ? നമ്മളും അങ്ങനെയില്ലേ, നമുക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാം, അമ്മമാർക്ക് അറിയാം. എന്നാലും പിള്ളേരെന്തെങ്കിലും വന്ന് ചോദിച്ചാൽ അറിയില്ലെങ്കിൽ നീ ഒന്ന് പോയത് അവിടുന്ന്, പിന്നെ ഇപ്പോഴല്ലേ ഞാൻ വേറെ പണിയാന്ന് പറയാം. എന്താ, നമ്മൾ അതിന്റെ തൽക്കാലം രക്ഷപ്പെടാനുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഒരു ശക്തിയുടെ ഇതാണ് ഏത്, ദുർബല ശക്തിയുടെ ഒരു എന്താ, പരിഷ്ഠത എന്ന് പറയുന്നത് ഒരു വീക്ക് പേഴ്സൺ, ദുർബല ശക്തിയുടെ വ്യക്തിയുടെ ഒരു ശക്തിയുടെ ശ്രമമാണെന്ന്. ക്ലിയർ ആയോ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? അതായത് നമുക്കത് അറിയില്ല, അല്ലെങ്കിൽ നമ്മളത് വീക്കാണെങ്കിൽ നമ്മളെന്താ, നമ്മള് പരുക്കൻ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവിടെ നമ്മുടെ ശക്തിയാണ് കാണിക്കുന്നത്. ഓക്കെ, അതൊന്ന് പോയിന്റ്സ് ഒന്നും ചോദിക്കൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നോക്കി നമുക്ക് താഴെയുള്ള പോയിന്റ്സ് പഠിക്കണം. നമ്മള് എന്തൊക്കെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി നോക്കി അത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കണേ? ബി കൺസിഡറേറ്റ്. കൺസിഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം, അവരെ പരിഗണിക്കണം. ഫ്രണ്ട്ലി, സൗഹൃദപരമായിട്ട്, അല്ലെ, കുറച്ചും കൂടി നല്ല ഫ്രണ്ട്ലി ആയിട്ട്. ആൻഡ് കേഴ്സിയസ്. കേഴ്സി ഒരു മര്യാദ, മര്യാദയോടുകൂടി ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരെയും പരിഗണിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളൊരു നിങ്ങൾക്കാണെങ്കിൽ ഇനിയിപ്പോ റിസപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്തതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാട്ടോ, ഇങ്ങനെ വേണം പെരുമാറാൻ. എങ്ങനെയായിരിക്കണം? എല്ലാവരെയും, അവിടെ വരുന്ന എല്ലാവരെയും പരിഗണിക്കണം. കുറച്ചുപേരെ മാത്രം നോക്കിയാൽ പോരാ, എല്ലാവരെയും പരിഗണിക്കണം. എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം, നല്ല മര്യാദയോടുകൂടി സംസാരിക്കണം. മര്യാദയും വേണം, എല്ലാവർക്കും പരിഗണനയും, എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ ഒരു മര്യാദയോടും കൂടി വേണം പെരുമാറാൻ. അങ്ങനെ ചെയ്യൂലേ? ചെയ്യോ അശ്വിനി, ആര്യ, നിഷ, ഓക്കെ, ജീന, കുറച്ചേരൊക്കെ തമ്മിട്ടുണ്ട്. അങ്ങനെ വേണം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, പ്രാക്ടീസ് കേഴ്സി. മര്യാദ ശീലിക്കണം. ഇപ്പൊ മര്യാദ ഇല്ലാത്തവരൊക്കെ ഒന്ന് ഇതാക്കിക്കോട്ടോ. ഫ്രണ്ട് ഓഫീസിലാണ് പണി കൂടുതലല്ലേ? എല്ലാ ജോലിക്കും ഉണ്ടല്ലോ മക്കളെ, എല്ലാ ജോലിക്കും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഫ്രണ്ട് ഓഫീസിലാണ് പണി കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള സെക്ഷനിൽ ഇല്ലാത്തല്ലോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഏത് ജോലി നമ്മളെ എൻജോയ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്, നമുക്ക് അത്ര ടഫില്ല. നമ്മള് എന്താ പറയാ, നമുക്ക് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആ ഒരു മൈൻഡോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ പാടാന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. നമ്മളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിന് താല്പര്യമുണ്ട്, അല്ലെ, നമുക്കത് ഇഷ്ടമുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എത്ര വർക്ക് ലോഡ് നമുക്കത് ബുദ്ധിമുട്ടല്ലാതെ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് കേഴ്സി, മര്യാദ ശീലിക്കണം. അതെ, സേ പ്ലീസ്. ഇനി അവരോട് ചോദിക്കുമ്പോൾ അവരോട് എങ്ങനെ വേണം സംസാരിക്കാനായിട്ട്? സേ പ്ലീസ്. നമ്മൾ കേട്ടിട്ടില്ലേ അവര് സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും, അല്ലേ, എന്താ, ഒരു പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം അവരോട് സംസാരിക്കാൻ, അല്ലേ? പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ എന്താ, അവിടെ ദേഷ്യമുള്ളവരാണെങ്കിലും ഒന്ന് തണുക്കും, അല്ലേ? നിങ്ങൾ അവിടെ കുറച്ചു നേരം മാറിയില്ലേ, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിക്കേ, എനിക്കിവിടെ വേറെ ഡ്യൂട്ടി ഉണ്ട്, നിങ്ങൾ പിന്നെ വിളിക്കാം, അങ്ങനെയൊക്കെ പറയുമ്പോ അവർക്കും ദേഷ്യവും. അപ്പൊ നമ്മളിപ്പോ അതൊക്കെ അവരോട് ചെന്ന്, അവര് ചിലപ്പോ കുറെ നേരം വെയിറ്റ് ചെയ്യുന്ന, ചിലപ്പോ ദേഷ്യത്തിലാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് പറയാണ് പ്ലീസ് വെയിറ്റ് എ മൊമെന്റ് എന്ന് ചോദിക്കുമ്പോ അവര് ഓൾറെഡി അവർ തണുക്കും, അല്ലേ? നമ്മളോട് ദേഷ്യം ഉണ്ടെങ്കിലും ഓക്കെ ഓക്കെ എന്ന് പറയും അവര്, അല്ലേ? അപ്പൊ അങ്ങനെ, അപ്പൊ എന്ത് കാര്യവും നമ്മളത് പറയുമ്പോൾ എന്താണ്, പ്ലീസ് എന്നുള്ളത് ചേർക്കണം. ഓക്കെ,
ഇനി അടുത്ത് നോക്കിയേ, എക്സ്പ്ലെയിൻ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദമാക്കി കൊടുക്കണം. ടു ഈറ്റ് പേഷ്യന്റ്ലി. പേഷ്യന്റ്ലി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ക്ഷമയോട് കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ അവർക്ക് അറിയില്ലാത്തോണ്ടല്ലേ നമ്മളോട് വന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. വളരെ ക്ഷമയോട് കൂടി നമ്മൾ പറയുമ്പോൾ അത് അവർക്കും കൂടി മനസ്സിലാവണ്ടേ അല്ലേ? നമ്മൾ പറയുന്ന കാര്യം അവനും കൂടി മനസ്സിലാക്കണ്ടേ? അപ്പൊ ചിലപ്പോ ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. ചിലപ്പോ വേണമെങ്കിൽ അവർ ഒന്നുകൂടി പറയാമോ അങ്ങനെ ചോദിക്കുമ്പോ നമ്മള് ഞാനിപ്പോ പറഞ്ഞാലേ പിന്നെ എന്താ നിങ്ങളെ കേട്ടില്ലേ അങ്ങനെ പറഞ്ഞ് തട്ടിക്കയറാനൊന്നും പാടില്ല. എന്താ അവരോട് ക്ഷമയോട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു ക്ഷമയോട് കൂടി അത് വിശദീകരിച്ച് കൊടുക്കണം. എക്സ്പ്ലെയിൻ ടു ഇറ്റ് പേഷ്യന്റ്ലി. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം? ക്ഷമയോട് കൂടി അത് വിശദീകരിച്ച് കൊടുക്കണം. ഇനി നോക്കിയേ, അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. അക്കോമഡേറ്റ് ചെയ്യാം, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും കൂടി ഉൾക്കൊള്ളണമെന്ന്. അതായത് അവരെന്തെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിലും അതും കൂടി നമ്മളത് ഉൾക്കൊള്ളണം. അല്ല നമ്മളുടെ ഒരു വ്യൂവില് മാത്രം കാര്യങ്ങൾ അവിടെ പറയാതെ അവരുടെ കാഴ്ചപ്പാടും കൂടി ഉൾക്കൊള്ളണം. അക്കോമഡേറ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക. ദ അതേഴ്സ് വ്യൂ പോയിന്റ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളണം. ഇനി നോക്കിയേ, അലോ ക്രിറ്റിസിസം. വിമർശനം അനുവദിക്കണം. ഇനി ചിലവര് വേണമെങ്കിൽ വന്നിട്ട് നമ്മളോട് പറയാം, അവിടെ അത് വർക്കിംഗ് അത് എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മളോട് എന്താ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ ക്രിറ്റിസിസം അനുവദിക്കണം. അതായത് അവരെന്തൊക്കെയോ വിമർശനങ്ങൾ പറയുമ്പോഴല്ലേ നമ്മളത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ പേരിൽ വന്ന ഒരു ഫോൾട്ടാണ്, അത് അവര് വിമർശിക്കുമ്പോഴാണ് നമ്മളത് കറക്റ്റ് ആക്കുള്ളൂ അല്ലെ? നമ്മളത് ചെയ്തത് തെറ്റാണ്, അത് ശരിയായില്ല എന്നൊരു തോന്നല് നമുക്ക് വരുമ്പോൾ നമ്മളത് കറക്റ്റ് ആക്കും അല്ലെ? അപ്പൊ ക്രിറ്റിസിസം അനുവദിക്കണം അല്ലെ? അങ്ങനെ എന്തെങ്കിലും വിമർശനങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവുള്ളൂ. അത് അനുവദിക്കും. ക്ലിയർ ആയോ? ഈ രീതിയിൽ വേണം നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു എൻക്വയറിയോ ഒക്കെ അന്വേഷണങ്ങളോ ഒക്കെ ആയിട്ട് ഫ്രണ്ട് ഓഫീസിൽ വരുന്ന പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സിനോടൊക്കെ ഈ രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ. അവരെ ഈ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ അല്ലേ? 5 പോയിന്റും ക്ലിയർ അല്ലേ? എല്ലാവരും പരിഗണിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, മര്യാദയോടുകൂടി വേണം പെരുമാറാൻ. പിന്നെ മര്യാദ പരിശീലിക്കണം. അവരോട് സംസാരിക്കുമ്പോൾ എന്താണ് സേ പ്ലീസ്. പ്ലീസ് എന്നുള്ളത് നമ്മൾ ചേർക്കുക. പിന്നെ ക്ഷമയോടുകൂടി എല്ലാം വിശദീകരിച്ചു കൊടുക്കുക. അവരുടെ വ്യൂ പോയിന്റ്സ്, അവരുടെ കാഴ്ചപ്പാടുകളോടും കൂടി നമ്മൾ ഉൾക്കൊള്ളുക. പിന്നെ ക്രിറ്റിസിസം അനുവദിക്കണം. അടുത്ത നോക്കിയ റിപ്പോർട്ട് മേക്കിംഗ്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഫ്രണ്ട് ഓഫീസിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. റിപ്പോർട്ട് മേക്കിംഗ് ഏതൊക്കെയാണ്? സെൻസസ് റിപ്പോർട്ട്, അതർ റിപ്പോർട്ട്. സെൻസസ് റിപ്പോർട്ട്, സെൻസസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റല് എത്രത്തോളം പേഷ്യന്റ് ആണുള്ളത് അല്ലെ, അവർക്കിടെ ഒരു ജനസംഖ്യ എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് അല്ലെ, അതിനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. സെൻസസ് റിപ്പോർട്ട്. മറ്റുള്ള പിന്നെ അതർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ റിപ്പോർട്ടും ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിന് ബാധകമായിട്ടുള്ള മറ്റുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. റിപ്പോർട്ട് മേക്കിംഗ്, സെൻസസ് റിപ്പോർട്ട്, അതർ റിപ്പോർട്ട്സ്. ഈ 5 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് ചോദിക്കാം. രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്ററിംഗ് ദ ഗസ്റ്റ്, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ഗസ്റ്റിനുള്ള വിവരങ്ങൾ കൊടുക്കണം, ക്യാഷ് കളക്ട് ചെയ്യണം, ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൈകാര്യം ചെയ്യണം, റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ഇനി അതർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിന് ബാധകമായിട്ടുള്ള മറ്റുള്ള എല്ലാ റിപ്പോർട്ടുകളും, അത് ഓരോന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കുക. പേഷ്യന്റിനെ സംബന്ധിക്കുന്നതാണെങ്കിലും നമ്മുടെ ഇപ്പൊ എല്ലാ ബില്ലിങ്ങിനെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട് ഓഫീസിലേക്ക് ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും തയ്യാറാക്കി വെക്കണം. ഇതൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല അവിടെ. അതേഴ്സ് റിപ്പോർട്ട്. ഓക്കെ, നോക്കിയേ. ഡു യു നോ why the customer leave? ഇത് എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നോക്കിയേ. ഡു യു നോ why the customer leave? ഇനി ഒരു ഹോസ്പിറ്റലിൽ ഇത് എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ടിക്കറ്റ് വെച്ചവിടെ നമ്മള് എന്താ നിങ്ങൾക്ക് അറിയാമോ ഈ കസ്റ്റമർ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞത് കേട്ടോ. ഡു യു നോ why customer leave? അതുകൊണ്ടാണ് കസ്റ്റമർ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ആവുന്നത്, അവര് പോകാനായിട്ടുള്ള കാരണം. അന്ന് നോക്കിയേ. 1% ഡൈ. 1% ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെങ്കിൽ ലീവ് ചെയ്യുന്ന എങ്ങനെയാ? ഡൈ, മരിക്കുമ്പോഴ്. കുറച്ചാള് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അല്ലെ, അവര് മരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയി. ഓക്കെ,
എക്സാമിന് എല്ലാം വൺ വേർഡ് തന്നെയാ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, എല്ലാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 4 ഓപ്ഷനും ഉണ്ടാവും അവിടെ. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ഇവിടെ പഠിച്ചു വെക്കുക. അതാണ് ഓരോന്നും പഠിക്കുമ്പോ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത്. അല്ലാതെ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കസ്റ്റമർ ലീവ് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ 6 പോയിന്റ് ആയിട്ട് എഴുതാനില്ല അവിടെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓപ്ഷൻ ഉണ്ട്, അതാ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് പറയണത് അണ്ടർലൈൻ ചെയ്തൊക്കെ ഇടുക കേട്ടോ. എക്സാമിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഇൻഫർമേഷൻ തരും. ഓക്കെ, അതിന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ടെക്നിക്കിൽ അവിടെ ഇൻഫർമേഷൻ തരും. അതൊന്നും നിങ്ങളോട് പറയാനുള്ള ഒരു പെർമിഷൻ ഞങ്ങൾക്ക് ഇവിടുന്ന് ഓഫീസിൽ ഇല്ല. ഞങ്ങൾക്ക് വരിക, പഠിപ്പിക്കുക, പോവുക, അത്രേ ഉള്ളൂ. പിന്നെ എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് ആ ഒരു പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്ന് നമുക്കൊന്ന് റിവിഷൻ തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എടുത്ത ചാപ്റ്ററിനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ട് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ആ ഒരു എക്സാം എഴുതണമെങ്കിൽ ഒക്കെ ഒരു ടെൻഷനാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു പേടിക്കും വേണ്ട. നിങ്ങളുടെ കറക്റ്റ് എന്താ ക്വസ്റ്റ്യനും അതുപോലെ 4 ഓപ്ഷനും അവിടെ ഉണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഇത് വായിക്കുമ്പോഴാണെങ്കിൽ നമുക്കറിയാം. അത് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നോക്കിയേ, ക്ലാസ് കഴിയുമ്പോ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ കസ്റ്റമർ ലീവ് ആവാനുള്ള കാരണം എന്തൊക്കെയാണ്? അപ്പൊ 1% ആളുകൾ എങ്ങനെയാ? അപ്പൊ 1% എങ്ങനെയാ? 1% മൊഡ്യൂളൊക്കെ കഴിയുമ്പോ അതാ ഞാൻ പറഞ്ഞ എക്സാമിനെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ട് ഞങ്ങൾക്ക് മോഡിയിൽ നിന്ന് ഒരു പെർമിഷൻ ഇല്ല. അത് എക്സാമിനോട് അടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വിട്ടുതരും. ഓക്കെ, ഇപ്പൊ നമ്മൾ തുടങ്ങിയാലേ ഉള്ളൂ, 3ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിട്ടുള്ളൂ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ പോലും തീർന്നിട്ടില്ല. ഓക്കെ, 1% ടൈം, 1% ആളുകൾ കസ്റ്റമർ ലീവ് ആവാനുള്ള കാരണം എന്താ? ടൈം അറിയാലോ, 1% ടൈം. ഇനി നോക്കിയേ, 3% മൂവ് അവേ, 3% ആളുകൾ അവിടെ നിന്ന് അകന്നു പോകുന്നു. എന്തെങ്കിലും കാരണങ്ങളായിക്കോട്ടെ, ഹോസ്പിറ്റലിൽ നിന്ന് അകന്നു പോകുന്നു. ഇനി 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, 5% ആളുകൾ മറ്റു റിലേഷൻഷിപ്പ് വഴി അകന്നു പോകുന്നു. ഇപ്പൊ ഞാനും നിശ്ചയം നല്ല ഫ്രണ്ടാണ്. അപ്പൊ എന്താ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം എനിക്കിങ്ങനെ ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. പെട്ടെന്ന് എന്റെ അസുഖം മാറി. ഞാൻ പറയൂലേ, ഞാൻ നിശ്ചയം നല്ല റിലേഷൻ, അതേ നിശ എനിക്കിത് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ അസുഖമായിരുന്നു, അല്ല കഴിഞ്ഞ മാസം ഇങ്ങനെയായിരുന്നു, ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയി, ഞാൻ പോകുന്നു. എന്നാ അവിടെ പോയി ആ ഡോക്ടറിനെ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ പ്രിഫർ ചെയ്യോ? പറയൂല. ഹോസ്പിറ്റലിൽ പോവാൻ പറയൂലേ. അപ്പൊ അങ്ങനെ അപ്പൊ എന്റെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ വരുമ്പോ നിശ അങ്ങോട്ടേക്ക് പോകാം അല്ലേ? അപ്പൊ നിശ പോകാൻ ഉദ്ദേശിച്ചത്, അതിപ്പോ വേറെ ഏതെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നിന്ന് നിശയ്ക്ക് പോരാ അല്ലേ? അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മൂലം മറ്റുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട്. നെക്സ്റ്റ് നോക്കിയേ, 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺ, മത്സര സാമർത്ഥ്യം, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്. കോമ്പറ്റീറ്റീവ് എന്നുവെച്ചാൽ മത്സര ബുദ്ധി ഉള്ള ഒരു എന്താ പറയാ, നമുക്ക് കോമ്പറ്റീഷൻ, ഈ ഹോസ്പിറ്റലിൽ തന്നെ പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ആണല്ലോ അല്ലെ? അപ്പൊ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ കോമ്പറ്റീറ്റീവ് റീസൺ മൂലം 9% ആളുകൾ പോകാം. ഇനി നോക്കിയേ, 14% ആളുകൾ എങ്ങനെയാ നോക്കിയേ, ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. കണ്ടോ, 14% ആളുകൾ എങ്ങനെയാ, നമ്മള് ഡിസ്സാറ്റിസ്ഫൈഡ്, അതായത് സംതൃപ്തരല്ലാത്തതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസ് അല്ലെ, സർവീസില് സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പകുതി വെച്ചൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് പോരുന്നവരുണ്ടല്ലോ അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ സർവീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ശരിയാവുന്നില്ല, നമ്മള് ഫുള്ള് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാതെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫറൻസ് വേറെ പോകും അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടറായിട്ടാണെങ്കിലും നമ്മളോട് പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വിടും. അങ്ങനെയും നോക്കാം. നമ്മൾ അവിടെ സംതൃപ്തരല്ലാത്തത് കൊണ്ട് ആ ഹോസ്പിറ്റലിലെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെ, ആ ഒരു സേവനത്തിന് നമ്മൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നൽകുന്ന ആ ട്രീറ്റ്മെന്റിന് സംതൃപ്തരല്ലാത്തത് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. ഇനി നോക്കിയേ, 68% ലീവ് ബിക്കോസ് ഓഫ് ദ റൂഡ് ഓർ ഡിസ്കേഴ്സിയസ് സർവീസ്. 68% പേരും ലെഫ്റ്റ് ആവുന്ന ഒരു കാരണം എന്താ? ബിക്കോസ് റൂഡ് ഓർ ഡിസ്കേഴ്സിയസ്, മര്യാദ ഇല്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ റൂഡ്
പരിക്കനായിട്ടുള്ള ഒരു സർവീസ് കാരണമാണ് ഇത് 68% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അണ്ടർലൈൻ ചെയ്തോ, അവിടെ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ ലീവ് ദ ഹോസ്പിറ്റൽ ഏതാണ്? ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺ, ഏറ്റവും കൂടുതൽ ആളുകള് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ലെഫ്റ്റ് ആവാനുള്ള ഒരു കാരണം എന്താ പറഞ്ഞേക്കണേ? റൂഡ് ഓർ ഡിസ്കേഴ്സിയസ് സർവീസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. മോസ്റ്റ് കോമൺ റീസൺ, ഏറ്റവും കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിൽ നിന്ന് ലെഫ്റ്റ് ആവാനുള്ള ഒരു കാരണം അവിടെ പരുക്കൻ സ്വഭാവം അല്ലെങ്കിൽ മര്യാദ ഇല്ലാത്ത സർവീസ് കാരണമാണ്. അല്ലെ? നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ സർവീസ് തരുന്നില്ല, അല്ലെ? മര്യാദ ഇല്ലാത്ത പെരുമാറ്റം, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ നിൽക്കാൻ തോന്നില്ല. അതാ പറഞ്ഞത്, നമ്മൾ ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ വേറെ ഉണ്ട്, നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 68% ആളുകള് ലെഫ്റ്റ് ആവുന്ന കാരണം എന്താണ്? ഡിസ്കേഴ്സിയസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകള് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നത്? അവിടുത്തെ പരുക്കൻ സ്വഭാവം അല്ലെങ്കിൽ മര്യാദ ഇല്ലാത്ത സർവീസ് കാരണമാണ് കൂടുതൽ ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് ലെഫ്റ്റ് ആവാനുള്ള കാരണം. ഇനി ദ കസ്റ്റമർ വാണ്ട് യു. ഇനി കസ്റ്റമർ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന്, അതായത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മളൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മളോട് ഇങ്ങനെ പെരുമാറണം, അല്ലെ? നല്ല ഇതായിരിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണ്? ഓക്കെ, ദ കസ്റ്റമർ വാണ്ട് യു ടു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. കിട്ടിയോ? ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഓക്കെ, ഒന്നാമത്തെ ഗ്രീറ്റ്. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവരെ കസ്റ്റമർ എന്ന പേഷ്യന്റിനെ, കസ്റ്റമറിനെ ഒക്കെ എങ്ങനെ നല്ല ഉപചാരപൂർവം സ്വീകരിക്കണം, അല്ലെ? നല്ല രീതിയിൽ വെൽക്കം ചെയ്യണം. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മളോട് നല്ല രീതിയിൽ നമുക്കൊരു വെൽക്കം തന്നെ, അല്ലെ? സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ ഒന്ന് വെൽക്കം ചെയ്യുകയാണെങ്കിൽ, നമ്മള് ചെല്ലുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് സാർ, വാട്ട് യു വാണ്ട്, അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നല്ല ഒരു എന്താണ് ചെല്ലുന്ന കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യന്റിനെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക. നമ്മളും അങ്ങനെയല്ലേ? നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെൽക്കം ചെയ്യാതാലല്ലേ നമുക്ക് ഇഷ്ടാവുള്ളൂ. നമ്മൾ ചെല്ലുന്ന പോലും കാണുള്ള നമ്മൾ മൈൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നോ? അല്ലേ? പോകാൻ തോന്നോ? പിന്നെ ആരെങ്കിലും പോവോ? അവിടെ പോയിട്ട് അവിടെ ചെല്ലാനേ തോന്നില്ല, അവരൊക്കെ ചെന്നിട്ട് ഒരു ഇതില്ലാന്നൊക്കെ നമുക്ക് തോന്നും, അല്ലേ? അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമ്മള് എന്താ പറയാ, ഹോസ്പിറ്റലില് നമ്മളവിടെ കസ്റ്റമറാണ്, അല്ലെങ്കിൽ നമ്മളവിടുത്തെ എന്താ നമ്മളവിടെ ട്രീറ്റ്മെന്റിന് നമ്മൾ ചെല്ലുന്നതാണ്. അപ്പൊ നമ്മളാണ് അവിടുത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഗസ്റ്റിനെ, ഈ നമ്മൾ ചെല്ലുന്ന പേഷ്യൻസിനെ, വിസിറ്റേഴ്സിനെ നല്ല രീതിയിൽ സ്വീകരിക്കാം, ഉപചാരപൂർവ്വം സ്വീകരിക്കണം. നമ്മൾ അങ്ങനെയല്ലേ? നമ്മളെ നല്ലോണം കെയർ ചെയ്യണം, അല്ലെങ്കിൽ നല്ലോണം നമ്മളെ ഇതാക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. ഇനി രണ്ടാമത്തെ നോക്കി, വാല്യൂ. നല്ല മൂല്യം നൽകണം. നമുക്ക് നല്ലൊരു മൂല്യം നൽകുന്ന വരുന്ന എല്ലാ പേഷ്യൻസിനെയും ഒരേ മൂല്യത്തോടു കൂടി കാണുക. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല, അല്ലെ? ഫസ്റ്റ് നമ്മൾ വരുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ വരുന്ന ആളുകളെ എല്ലാവരെയും, വരുന്ന എല്ലാ പേഷ്യന്റിന്റെയും ഓരോരുത്തർക്കും അവരുടേതായ ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം. ആ രീതിയിൽ എന്താണ്, അങ്ങനെ വേണം അവരെ സ്വീകരിക്കാനായിട്ട്. നമ്മൾക്ക് ഒരു വാല്യൂ ഉണ്ട്, അല്ലേ? അത് ആ രീതിയിലായിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ എന്താ? ഹെൽപ്പ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കൂലേ? അല്ലേ? സഹായിക്കണം എന്ന് ആഗ്രഹിക്കും. പ്രത്യേകിച്ച് പറയുകയാണ്, നമ്മള് പുതിയതായിട്ട് നമ്മൾ ചെല്ലുന്നതാണ് ആ ഹോസ്പിറ്റലിൽ, നമ്മൾ ആദ്യമായിട്ട് ചെല്ലുക. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റൂല, അല്ലെ? അപ്പൊ നമ്മൾക്ക് പല സംശയങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നേരെ റിസപ്ഷനിൽ ചെന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ? അല്ലെ? നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് നമ്മളൊന്ന് സഹായിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? അടുത്ത് നോക്കിയാൽ ലിസൺ. ഇനി എന്താ? നമ്മളെ കേൾക്കണം. അവര് പറയുന്നത് മാത്രം മതിയോ? നമുക്കും പറയാനുണ്ടാവും. നമ്മൾ പറയുന്നത് കൂടി കേൾക്കണം. കേൾക്കാൻ അവര് തയ്യാറാവണം. അത് നമുക്ക് ആഗ്രഹിക്കാം. അടുത്ത് നോക്കിയേ, ഇൻവൈറ്റ് ബാക്ക്. തിരികെ ക്ഷണിക്കുക. തിരികെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പുകളില്ലേ?
ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് ഫോൺ കോളിലൂടെയോ മെയിലിലൂടെയോ ഒക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഓരോ വാക്സിനേഷൻ കാര്യങ്ങളും അതിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് വാക്സിന്റെ സമയമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡോക്ടറിന്റെ ടൈം കാണേണ്ട ആ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മള് എന്താ പറയാ നമുക്കൊരു മെസ്സേജ് വരും അല്ലേ, നമ്മൾ മെയിലായിട്ട് അല്ലെങ്കിൽ എങ്ങനെയായാലും നമ്മളെ ഫോൺ വഴിയോ ഇന്ന ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ഇതെന്നുള്ള രീതിയിൽ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു ഇത് വരും ഫോളോ അപ്പ് ആയിട്ട് അല്ലെ. നമ്മളെ വീണ്ടും ക്ഷണിക്കാം അല്ലെങ്കിൽ തിരികെ ക്ഷണിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ കോളുകളായിട്ടോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. ഇന്ന ദിവസമാണ് അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക്, അപ്പൊ ഇന്ന ദിവസം നിങ്ങൾ ഇത്ര മണിക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഒരു ഫ്രണ്ട് ഓഫീസിലുള്ള കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട, പോയിന്റ്സ് നോക്കി വെക്കാം. നമ്മളെ ഉപചാരപൂർവ്വം സ്വീകരിക്കണം, ഓരോരുത്തർക്കും വാല്യൂ നൽകണം, നമ്മളെ സഹായിക്കണം, നമ്മളെ കേൾക്കണം, നമ്മളെ തിരികെ ക്ഷണിക്കണം. ഓക്കെ, വാല്യൂ ഹെൽപ്പ് ഇൻവൈറ്റ് ബാക്ക്. ഇനി അടുത്ത നോക്കിയേ, ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ കീഴില് വരുന്ന ഏരിയകൾ ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD ഔട്ട് പേഷ്യന്റ് ഫ്രണ്ട് ഓഫീസിന്റെ കീഴില് വരുന്ന ഏരിയകള്. ഇതും ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്. ഏതൊക്കെ ഏരിയ ആണ് ഫ്രണ്ട് ഓഫീസിന്റെ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് OPDയുടെ കീഴിൽ വരുന്ന ഏരിയകള് പഠിച്ചു വെക്കാം. ഏതൊക്കെയാ? മെയിൻ റിസപ്ഷൻ, ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകള് ഏതൊക്കെയാ? മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഓരോ ഡോക്ടർമാരിരിക്കില്ലേ കൺസൾട്ട് ചെയ്യുന്ന ആ റൂമുകള്, ഡയഗ്നോസ്റ്റിക് അത് മൂന്നുമാണ് ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ OPDയുടെ കീഴിൽ വരുന്ന ഏരിയകൾ. ഏതൊക്കെയാ ഏരിയകളാ? എല്ലാവരും മനസ്സിലൊന്ന് വായിച്ചേ. മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്. ക്ലിയർ അല്ലേ? മൂന്നെണ്ണം ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ഇങ്ങനെ എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് കംസ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് OPD എന്ന് പറയുന്നത്. നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾ കേട്ടോ. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയ തുടങ്ങിയില്ലേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്സ്? 5ാമത്തെ ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്. ഇനി ആ ഡയഗ്നോസ്റ്റിക്കിന്റെ കീഴിൽ അവിടെ ഏതൊക്കെയാ നോക്കിയേ? ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡഡ് ഫോം. 2 or 3 എക്സ്പാൻഡഡ് ഫോം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് ഓരോന്ന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG അറിയില്ലാത്തവര് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോകാർഡിയോഗ്രാം. Then echo, ECHO, echocardiogram, ECHO, echocardiogram. ഇനി അടുത്തതാണ് MRI. MRI എന്ന് പറഞ്ഞ എന്താ? MRI സ്കാൻ കേട്ടിട്ടില്ലേ? CT സ്കാൻ, MRI സ്കാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചെയ്തിട്ടുള്ളവരുണ്ടാവും അല്ലെ? MRI എന്ന് പറഞ്ഞ മാഗ്നറ്റിക്. അറിയില്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. മാഗ്നറ്റിക്, MAGNETIC, മാഗ്നറ്റിക്, MAGNETIC, മാഗ്നറ്റിക് റെസൊണൻസ്, RESONANCE, റെസൊണൻസ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, IMAGING, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. എഴുതി വെച്ചോ? അറിയില്ലാത്തവര് നമുക്ക് റേഡിയോളജിയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇത് അത് ഓരോ ഇമേജിംഗ് ടെക്നോളജികൾ അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് MRI വന്നിട്ടുണ്ട്, CTയും വന്നിട്ടുണ്ട് കേട്ടോ. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. റെസൊണൻസിന്റെ സ്പെല്ലിങ് RESONANCE,
MANCE, resonance. Magnetic, MAGNETIC, resonance, RESONANCE. Imaging, IMAGING. ഏതെങ്കിലും ഇതോടെ സ്പെല്ലിംഗ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ, ചോദിക്കണേ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇനി അടുത്തതാണ് CT സ്കാൻ. CT സ്കാൻ എന്താ? കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാൻ. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. കമ്പ്യൂട്ടർ, COMPUTED, കമ്പ്യൂട്ടർ, COMPUTED, കമ്പ്യൂട്ടർ ടൊമോഗ്രഫി, TOMOGRAPHY, ടൊമോഗ്രഫി, TOMOGRAPHY, ടൊമോഗ്രഫി സ്കാൻ. സാമ്പിൾ കളക്ഷൻ. അവിടെ ഒരു കോമ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ അവിടെ കോമ ഉണ്ടോന്ന് നോക്കിയാല്. CT സ്കാൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് സാമ്പിൾ കളക്ഷൻ. സാമ്പിൾ കളക്ട് ചെയ്യുക, സാമ്പിൾ കളക്ഷൻ ഉണ്ട് അല്ലെ. സാമ്പിൾ കളക്ഷൻ ബ്ലഡ് ബാങ്കിലാണെങ്കിലും ബ്ലഡ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യില്ലേ, സാമ്പിൾ കളക്ഷൻ. ഇത്രയും ആണ് ഡയഗ്നോസ്റ്റിക്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഫ്രണ്ട് ഓഫീസിന്റെ അല്ലെങ്കിൽ OPDയുടെ കീഴിൽ വരുന്ന ഏരിയ ഏതാണ്. 3 പേരും പഠിച്ചു വെക്കാം. മെയിൻ റിസപ്ഷൻ വരുന്നുണ്ട്, കൺസൾട്ടേഷൻ റൂം വരുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് ഉണ്ട്. പിന്നെ ആ ഡയഗ്നോസ്റ്റിക്കില് നിങ്ങൾ എന്താ പറയാ, ഈ മൊത്തത്തിലുള്ള ഇത് വെക്കാം. എക്കോ കാർഡിയോഗ്രാം ആണ് കേട്ടോ, എക്കോ കാർഡിയോഗ്രാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, എക്കോ കാർഡിയോഗ്രാം ആണ്. ഓക്കെ, എക്കോ എന്നുള്ളടത്ത് അവിടെ എഴുതി വെച്ചാൽ മതി, എക്കോ കാർഡിയോഗ്രാം കേട്ടോ. ഓക്കെ അല്ലേ? എക്കോ കാർഡിയോഗ്രാം ആണ് കേട്ടോ അത്. എക്കോ കാർഡിയോഗ്രാം എന്ന് എഴുതിയാൽ മതിയാകും, ECHO, എക്കോ കാർഡിയോഗ്രാം ആണ്. എക്കോ എന്ന് ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ MRIയില് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. പിന്നെ CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ജസ്റ്റ് ഒന്ന് അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നോക്കിയേ, understand the challenges faced by the hospital front desk staff. The hospital front office, front desk staff face ചെയ്യുന്ന challenges എന്തൊക്കെയാണ്? അവര് നേരിടുന്ന കമ്പ്യൂട്ടേർഡ് ആണ് കേട്ടോ, COMPUTED, കമ്പ്യൂട്ടേർഡ്. നെക്സ്റ്റ് നോക്കിയേ, നമ്മള് എന്തൊക്കെയാണ് ഈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവര്. ഓരോ ജോലിക്കും ഉണ്ടാവുമല്ലോ അതിൻ്റെതായ ഓരോ റിസ്ക്. ഇവരെന്തൊക്കെ വെല്ലുവിളികളാണ് നോക്കിയേ നേരിടുന്നത്? അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഫസ്റ്റ് എന്താ? മാനേജിങ് പേഷ്യൻസ് ഇമോഷൻ. എന്തൊരു കാര്യല്ലേ മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യുക, ഇമോഷൻസ് മാനേജ് ചെയ്യുക. ഇപ്പൊ എല്ലാ വരുന്ന പേഷ്യൻസും ഓരോ മൈൻഡോട് കൂടി ആവണമെന്നില്ല അല്ലെ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, നമ്മള് ഈ ഫ്രണ്ട് ഓഫീസിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയാ, അവരിപ്പോ നമ്മള് എന്താ ഇംപേഷ്യന്റ് അക്ഷമരായിരിക്കാം, അല്ലെങ്കിൽ ആൻഷ്യസ് ജിജ്ഞാസയുള്ളത് അല്ലെ, അല്ലെങ്കിൽ ക്യൂരിയസ്
ഇങ്ങനെയൊക്കെ ആ ഒരു ഇതിലേക്ക്, അല്ലാതെ നമ്മൾ വെറുതെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടോ അങ്ങനെയല്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലേക്കാണ് ആദ്യം പേഷ്യന്റ് ചെല്ലുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ, പേഷ്യൻസ് പല ഇമോഷൻസ് ആയിരിക്കും, ടെൻസ്ഡ് ആയിരിക്കും, പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താണ്, അവരുടെ ആ ഇമോഷൻസ് അനുസരിച്ച് ആ പേഷ്യൻസിനെ മാനേജ് ചെയ്യുക, പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യുക. അപ്പൊ ഏത് രീതിയിലാണ് അവര്, അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. അതൊരു ഭയങ്കര ഒരു ചലഞ്ച് തന്നെയല്ലേ അല്ലേ. നമ്മള് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞു നമ്മള് നല്ല മര്യാദയോടുകൂടി നല്ല കൂടിയൊക്കെ ക്ഷമയോടുകൂടിയൊക്കെ ഹാൻഡിൽ ചെയ്യണം. ചിലപ്പോ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായില്ല, രണ്ടാമത് നമ്മള് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം. നമുക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവണവരെ അതിന് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അല്ലെ. കാര്യങ്ങൾ കൃത്യമായിട്ട് പേഷ്യൻസിനെ അറിയിക്കുക എന്നുള്ളത്. അപ്പൊ എന്താ പറയാ, അവരുടെ ഇമോഷൻസ് ആ പേഷ്യൻസിന്റെ ഇമോഷൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. പലരും പല മൈൻഡുള്ള ആളുകളാണ്. അപ്പൊ അവര് ഓരോരുത്തരും എങ്ങനെയാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ അതൊക്കെ കൈകാര്യം ചെയ്യുക. രണ്ടാമത് നോക്കിയാൽ ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വിറ്റി. എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ മര്യാദകള്, ഫോൺ മര്യാദകള്. ഹാൻഡ്ലിംഗ് കോൾ വോളിയം എന്താ, നമ്മൾ ആ കോൾ വോളിയം നമ്മളോട് സംസാരിക്കുന്ന ആളുകള് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ആ ഫോണിലാണെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. പിന്നെ അതുപോലെ ഫോൺ മര്യാദകളും പാലിക്കണം. പിന്നെ ഈ റിസപ്ഷനിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് അവർക്കൊരു ടൂൺ ഉണ്ട് അല്ലെ, അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നമ്മളോട് എങ്ങനെയാ. അല്ലാതെ നമ്മൾ ചാടി കയറി സംസാരിക്കണവരെ അങ്ങനെയല്ല, ഒരു ഫോർമൽ ആയിട്ട് അവർക്കിടേതായ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ രീതിയിലായിരിക്കണം അവർ സംസാരിക്കേണ്ടത്. പിന്നെ അതോടെ ഫോൺ മര്യാദകളും പാലിക്കണം അല്ലേ. ഇവിടെ ഇതാണ് നമ്മൾ ആദ്യം തന്നെ അല്ലാതെ നമ്മള് ഫോൺ എടുത്ത ഉടനെ നമ്മൾ വിശേഷം പറയാണോ, നമ്മൾ പറയൂലേ. ഹലോ, ഇപ്പൊ നമ്മൾ വിളിക്കുകയാണെങ്കിൽ എങ്ങനെയാ, ഹലോ ഇപ്പൊ അഞ്ജനേനെയാണ് കിട്ടണമെങ്കിൽ ഞാൻ ചോദിക്കും, ഹലോ അഞ്ജനയാണോ അല്ലെ. അല്ലാന്ന് പറയുകയാണെങ്കിൽ എന്താ അഞ്ജനയുണ്ടോ, ഞാൻ ഇന്ന ആളാണ് സംസാരിക്കുന്നത്. അതല്ലേ ഒരു ഫോൺ മര്യാദ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ ഫോൺ എടുത്ത വഴി തന്നെ നമ്മളിങ്ങനെ വർത്താനം പറയുകയാണോ, നമ്മുടെ മുന്നിലുള്ള ആളാണോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആളാണോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം ബാക്കി നമ്മൾ പറയാം. പിന്നെ ആരാ വിളിക്കണേന്നുള്ളതും നമ്മളോട് കൃത്യമായിട്ട് പറയണം അല്ലെ. അങ്ങനെയുള്ള ഫോൺ മര്യാദകള് എന്ത് ചെയ്യുക, പാലിക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത് നോക്കി, അപ്പൊ ഈ രീതിയിലൊക്കെ ആയിരിക്കണം ഇത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഫോണിൽ കിടന്നോളാം. നമ്മൾ എങ്ങനെയൊക്കെ വേണം അവരെ ഹാൻഡിൽ ചെയ്യാതെന്നുള്ളത്. അടുത്ത നോക്കിയേ, മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അതൊരു കാര്യമാണ്. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് മാനേജ് ചെയ്യണം. അതായത് നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ടൈം പറയും അല്ലെ, ഇന്ന ടൈമിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു നമ്മളോട്. എന്തിനാ, ആ പേഷ്യൻസിന് അധിക ടൈം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ നമുക്കൊരു നമ്പർ ചിലപ്പോ തരും, ടോക്കൺ നമ്പർ അല്ലെ, ഇത്ര ടൈമിൽ എത്തുക. അതൊക്കെ അവര് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോ 100ാമത്തെയാണ്, അപ്പൊ നമ്മൾ എന്തായാലും ആഫ്റ്റർനൂൺ കാണാൻ പറ്റുള്ളെങ്കിൽ അവരോട് ആ ടൈം കണ്ട് പറഞ്ഞാൽ മതി. അല്ലാതെ രാവിലെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേരാകുമ്പോൾ നമ്മളവിടെ ആകെ കൺജസ്റ്റഡ് ആയിരിക്കും, നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും പേഷ്യൻസിന്റെ വെയിറ്റ് ടൈം അത് കൈകാര്യം ചെയ്യണം. ഒരുപാട് സമയം അവര് വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഫ്ലോ നിയന്ത്രിക്കണം, അത് മാനേജ് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞ കറക്റ്റ് ടൈം ഒക്കെ കൊടുക്കുക അവർക്ക്. രജിസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ടോക്കൺ നമ്പറും അതുപോലെ എന്താ പറയാ എത്ര ടൈമിൽ എത്തിയാൽ മതി എന്നുള്ള കാര്യം പറയാം. അപ്പൊ നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരും രാവിലെ ഒരുങ്ങി കെട്ടി അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ആകെ തിക്കും തിരക്കൊക്കെ ആയിരിക്കും. അത് നോക്കണം. അതൊക്കെ അവര് നേരിടുന്ന ഒരു ചലഞ്ചസ് ആണ്. പിന്നെ അടുത്ത കംപ്ലൈന്റ് റെസൊല്യൂഷൻ, അടുത്തൊരു കാര്യമാണ് പരാതിക്കുള്ള പരിഹാരങ്ങള്. എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലൈന്റ്സ് അവിടെ അറിയിക്കുമ്പോൾ അതിലൊരു സൊല്യൂഷൻ കാണണം. കംപ്ലൈന്റ് റെസൊല്യൂഷൻ എന്തൊക്കെയാണ് ചലഞ്ചസ്, എന്തൊക്കെയാ
managing patient emotions, handling call volume and maintaining phone etiquette. Etiquette എന്താണ്? മര്യാദകള്, ഫോൺ മര്യാദകള് പാലിക്കണം. Managing patient wait times and patient flow. Manage patientന്റെ wait times, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഫ്ലോ കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. കംപ്ലീറ്റ് റിസൊല്യൂഷൻ, പരാതിക്ക് പരിഹാരം കാണണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്താണ് മെയിൻ ഗോൾ. ഓക്കെ, എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസിലെ മെയിൻ ഗോൾ? പ്രധാനപ്പെട്ട ഗോൾ, ലക്ഷ്യം എന്താണ്? is to have each patient leave with a smile or satisfaction on their face and the feeling of have been well taken care of by you and your employees or colleagues. എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്ന് പറയാം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ടായി. എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ? എന്താണ്? പേഷ്യന്റിനെ എങ്ങനെ വിടണം ഹോസ്പിറ്റലിൽ നിന്ന്? പേഷ്യന്റ് പോകുമ്പോഴേ എങ്ങനെയായിരിക്കണം? സ്മൈൽ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, അവരുടെ പുഞ്ചിരിയോടുകൂടി സംതൃപ്തിയോടുകൂടി മടക്കി വിടുക. അതാണ് മെയിൻ ഫംഗ്ഷൻ കേട്ടോ. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്താണ്? ലക്ഷ്യം എന്താണ്? ഗോൾ എന്ന് പറഞ്ഞ ലക്ഷ്യം. എന്താ, എങ്ങനെ വേണം? അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ട കസ്റ്റമറിനെ പറഞ്ഞയക്കുന്നതാണോ കാര്യം? പേഷ്യന്റ് പോകുമ്പോ ദേഷ്യപ്പെട്ട് എന്താ അങ്ങനെ പോകുന്നതിലല്ല. എങ്ങനെ വിടണം അവരെ? നമ്മളെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു, നല്ല സർവീസ് കൊടുത്തു, അതെല്ലാം അവർക്ക് നമുക്ക് എന്താ പറയാ, നമുക്ക് അവരുടെ കടമ നല്ല രീതിയിൽ നിറവേറ്റി എന്നുള്ളതില് ആ പേഷ്യൻസിനെ ചിരിയോടുകൂടി സംതൃപ്തിയോടുകൂടി സംതൃപ്തരായ ഒരു മുഖത്തോടുകൂടി മടക്കി വിടുക. ആൻഡ് ഫീലിംഗ്, അവർക്ക് എന്തിനുള്ള ഇതുണ്ടാവണം? ഹാവ് ബീൻ well take care of you and your employee or colleagues. ഞങ്ങളും ഞങ്ങളുടെ എംപ്ലോയീസ്, അവരുടെ വർക്കേഴ്സും നല്ല രീതിയിൽ തന്നെ അവരെ കെയർ ചെയ്തു, നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഇതാർക്കാണ് പേഷ്യന്റിന്റെ മുഖത്ത് കാണണം അല്ലെ? പേഷ്യന്റിന്റെ മുഖത്ത് ആ ഒരു സ്മൈൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുക. അതാണ് മെയിൻ ഗോൾ. അണ്ടർലൈൻ ചെയ്തേ. The main goal is to have each patient leave with a dash. എങ്ങനെ വിടണം? എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടണം? സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ. സ്മൈൽ, പുഞ്ചിരിയോടുകൂടി സംതൃപ്തിയോടുകൂടി അവരുടെ മുഖത്ത് ആ ഹോസ്പിറ്റലിലെ സർവീസില് ഞങ്ങൾ സംതൃപ്തരാണ്, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ഓക്കെയാണ് അല്ലെ, ഞങ്ങള് ഇതാണ് സംതൃപ്തരാണ് എന്നുള്ള ഒരു മുഖാമുഖം കണ്ടാൽ തന്നെ അറിയാലോ അല്ലെ. പേഷ്യൻസ് ഇത്രയും ദിവസം ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് അഡ്മിറ്റ് ആയിരുന്നു, അവരെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അതില് ഓക്കെ ആണ് അല്ലെ, ആ സർവീസിൽ ഓക്കെ ആണെങ്കിൽ നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ചിരിച്ച ഒരു സന്തോഷമുള്ള ഒരു സംതൃപ്തരായിട്ടുള്ള ആ ഒരു ഫേസോട് കൂടി ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ വിട്ടയക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ഗോള്. അണ്ടർലൈൻ ചെയ്തിട്ടില്ല ആ സെന്റൻസ്? ഓക്കെ അല്ലേ? ാണോ? ഓക്കെ, ഇനി നമ്മളെ ഓക്കെ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങള് എന്തൊക്കെയാണ്? വൈറ്റൽ ഫങ്ഷൻസ്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പിന്നെ ഒരു ഫംഗ്ഷൻ, ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, 5 ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്, അത് നോക്കുക. പിന്നെ ആ ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ആ 5 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതെല്ലാം, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, അത് നോക്കി വെക്കണം. പിന്നെ ഈ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഗസ്റ്റിന് കൊടുക്കുന്ന ഇൻഫർമേഷൻസിൽ എന്തൊക്കെയാ വരുന്നതെന്നുള്ളത് അത് നോക്കണം. പിന്നെ ക്യാഷ് കളക്ഷൻ ആണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം,
പിന്നെ റിപ്പോർട്ടുകളാ പറഞ്ഞത്. പിന്നെ കസ്റ്റമറെ ലീവ് ചെയ്യാനുള്ള ഒരു കാരണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? റൂൾ ഓർ ഡിസ്പേഴ്സൽസ് ഓഫ് ഫീസ്. പിന്നെ കസ്റ്റമർ എന്തൊക്കെയാണ് ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നോക്കുക. പിന്നെ ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകൾ, അല്ലെങ്കിൽ OPD-യുടെ കീഴിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ എന്താണ് ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെ. പിന്നെ ഒരു അപ്സെറ്റ് ആയിട്ടുള്ള അല്ലെ മെയിൻ ഗോൾ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മെയിൻ ഗോൾ ആണ്. ചിരിയോടുകൂടി സംതൃപ്തിയോടുകൂടി പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുക, അതാണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റണില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മളോട് മനസ്സിലായില്ലെങ്കിലോ ഇതുപോലെ കുഞ്ഞ് സ്പെല്ലിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് ചെയ്ത് തന്നെ എഴുതണം കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളത് പറയാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ടാക്കിയൊക്കെ വായിച്ചു വെക്കണേ, ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. പിന്നെ എക്സാമിന് നമുക്ക് നല്ല കൂളായിട്ട് എഴുതാലോ. ഓക്കെ, വായിക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ കമ്പും ഈ ഒരു ഹാർട്ടും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. ഓക്കെ.